മങ്കട കുരങ്ങൻചോലയിലെ ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്നലെ 4 യുവാക്കൾ ഇടിമിന്നലേറ്റ് മരണപ്പെട്ടത്. നാട്ടുകാർ സ്ഥിരമായി എത്തുന്ന പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് ഈ കുരങ്ങൻചോല എന്ന് പറയുന്ന പ്രദേശം. വിവിധ ഇടങ്ങളിൽ നിന്നായി സായാഹ്നങ്ങളിൽ ആളുകൾ ഇവിടെ ഒത്തുകൂടാറുണ്ട്. ഇങ്ങനെ ഒത്തുകൂടുമ്പോഴാണ് ഈ യുവാക്കൾ 7 സംഘം ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. അവരുടെ ചെരുപ്പുകൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം, അപകടത്തിൽപ്പെട്ടവരുടെ ചെരുപ്പുകളെല്ലാം ഇവിടെയുണ്ട്. ഈ പാറക്കെട്ടുകളിൽ ഇരുന്നായിരുന്നു അവർ ഈ സായാഹ്നങ്ങൾ ചെലവഴിച്ചിരുന്നത്. ആ സമയത്താണ് അപ്രതീക്ഷിതമായി മഴയും അതുപോലെ തന്നെ ഇടിമിന്നലും ഉണ്ടായി അവർ ഈ അപകടത്തിൽപ്പെട്ടത്. ഈ അവസരത്തിൽ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനായി ആദ്യം ഓടിയെത്തിയ ഒരാൾ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എങ്ങനെയായിരുന്നു ഈ അപകടം അറിഞ്ഞത്? ഞങ്ങൾ ഒരു ചായ കച്ചവടക്കാരൻ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ കടയിലുണ്ടായിരുന്നു. കടയിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് കയറി വന്നപ്പം ഇവിടെ 4 പേരും കൂടെ കിടക്കുക. അങ്ങനെ ഒരാളവിടെ, ഒരാൾ ഇവിടെ എത്തണം. പിന്നെ ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. പുള്ളി മേല് വേനാന്ന് പറഞ്ഞപ്പം നിങ്ങൾ പൊതിച്ചപ്പത്തേക്ക് അവൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരുത്തിനിവിടെ എന്നെ കണ്ടുകൊണ്ട് ഞാൻ അറിയുന്ന പയ്യനാണ്. അവനെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ ചെയ്തതെന്ന് ചോദിച്ചു. വെള്ളം അടിച്ചത് അങ്ങനെ വല്ല സംഭവമാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലല്ലോ. എന്താന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു ഇടിമിന്നലേറ്റാന്ന് പറഞ്ഞു. അവർക്കും പെട്ടെന്ന് അറിയത്തില്ല, അവർക്കും സംഭവം എന്താ സംഭവിച്ചെന്ന് അവർക്കും പെട്ടെന്ന് അറിയത്തില്ല. അതിലൊരുത്തന അങ്ങനെ താഴോട്ട് ഉരുണ്ടുപോയി. അവനെ കണ്ടില്ല. അവർ 6 പേരെ ഇവിടെ കിടന്നിരുന്നു. അപ്പോൾ 6 പേരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ ഉരുണ്ടുപോയ പാട് കണ്ടു. അപ്പം പറഞ്ഞു അവിടെ ആദ്യം ഞങ്ങൾ പോയി തപ്പിയിട്ടൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ചെന്ന് 3ാമത് ചെന്ന ആൾക്കാരാണ് പിന്നെ കാണുന്നത്. ആ റബ്ബർ തോട്ടത്തിൽ വെച്ച് കാണുന്നത്. ഇവിടെ 4 പേരും മരണപ്പെട്ടിരുന്നു. 4 പേര് ഇവിടുന്ന് തന്നെ മരിച്ചിട്ട്. സ്ഥിരമായി നാട്ടുകാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വൈകുന്നേരവും നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ആൾക്കാരിങ്ങനെ വന്നിരുന്ന് കാറ്റ് കൊള്ളുന്ന സ്ഥലമാണ്. നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും. പയ്യന്മാരൊക്കെ ഇവിടെ ചുറ്റുപാടുള്ളത് പയ്യന്മാർ തന്നെയാണ്. എല്ലാവരെയും നല്ല ഇത് 18 വയസ്സും 19 വയസ്സല്ലേ ഉള്ളൂ. പരിക്കേറ്റവരുടെ സ്ഥിതിയൊക്കെ എങ്ങനെയായിരുന്നു? അവർക്കൊന്നും അപ്പൊന്നും വലിയ കുഴപ്പമില്ല. ഇവിടെ അവനൊക്കെ മേത്തൊക്കെ വേനുണ്ടായിരുന്നു. എടുത്തോണ്ട് പോകാനൊന്നും ഞങ്ങൾ പിന്നെ തുണിക്കകത്ത് എടുത്തോണ്ടാ പോയത് ഒരുത്തനെ. എന്തായാലും ഈ അപകടത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. 3 പേരെ രക്ഷിക്കാനായി എന്നുള്ളതാണ് അവരൊരു ആശ്വാസം. എന്തായാലും 4 പേർ മരണപ്പെട്ടിരിക്കുന്നു. ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി. കെ. അരവിന്ദൻ, അമൃത ന്യൂസ്.